കുടിവെള്ളക്ഷാമം കൊണ്ട് വലയുകയാണ് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾ. കഴിഞ്ഞ 4 ദിവസമായി പഞ്ചായത്തിലെ 1, 2, 20 എന്നീ വാർഡുകളിൽ കുടിവെള്ളം ലഭ്യമായിട്ട് പലതവണ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ പരാതി സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പറവൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുൻപിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മേഖലയിലെ ആയിട്ടും സംസാരിച്ചു. ഇന്നലെ രാവിലെ 7 മണി മുതൽ ഇപ്പോൾ വരും വെള്ളം 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കണമല്ലാതെ ഇതുവരെയും അതിന് വെള്ളം എത്തിക്കാനുള്ളൊരു തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളെ വിളിച്ച് വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഭയങ്കര കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് വീട്ടമ്മമാർ. കരുമാലൂർ പഞ്ചായത്തിലെ 1, 2 വാർഡുകളിലെ ജനപ്രതിനിധികളായ AM അലി, TA മുജീബ് എന്നിവരാണ് പറവൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം ആരംഭിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥരെ പലതവണ അറിയിച്ചിട്ടും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. നിരന്തരമായി ഞങ്ങൾ ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് പോലും യാതൊരു പരിഹാരവും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ജനപ്രതിനിധികളായ 1-ാം വാർഡ് മെമ്പർ ശ്രീ AM അലി അവറുകളും 2-ാം വാർഡ് മെമ്പറായ ഞാനും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VP അനിൽകുമാറും രാവിലെ മുതൽ തന്നെ ഇവിടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരായ ശ്രീ അബ്ദുൽ സലാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബീന ബാബു, സൂസൻ വർഗീസ് അടക്കമുള്ള ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VP അനിൽകുമാർ, സഹമെമ്പർമാരായ ബീന ബാബു, KA ജോസഫ്, EM അബ്ദുൽ സലാം, സൂസൻ വർഗീസ്, GV പോൾസൺ, നദീറ ബീരാൻ, KM ലൈജു, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൺഡേയോടുകൂടി കംപ്ലൈന്റ് ഒക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ വാൽവിൻ്റെ പൊസിഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിനോടൊപ്പം തന്നെ പറവൂർ പമ്പ് ഹൗസിൽ നിന്നും വടക്കേക്കര പമ്പിംഗ് മെയിനിലുള്ള വടക്കേക്കര പഞ്ചായത്തിലേക്കുള്ള പമ്പിംഗ് മെയിനിൻ്റെ ഒരു മെയിൻ ലീക്ക് വന്നത്. അത് ചെയ്യുന്നത് വടക്കേക്കര സെക്ഷനിൽ കീഴിലാണ് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വെള്ളം ആവശ്യമില്ലാത്തതിനാൽ ചൊവ്വരയിൽ നിന്നും പറവൂർ പമ്പ് ഹൗസിലേക്ക് വരുന്ന വെള്ളം നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെയില്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.